ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാരീസിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ആണെങ്കിലും ബഡ്ജറ്റ് റേഞ്ചിലും ഉണ്ട്, പ്രീമിയം ക്വാളിറ്റിയിലും പ്രീമിയം റേഞ്ചിലും ഒക്കെ വന്നിരിക്കുന്ന കിടിലൻ ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്മസ്, ന്യൂ ഇയർ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പള്ളിപ്പെരുന്നാൾ, ഉത്സവങ്ങൾ, അങ്ങനെ ആ ഒരു ഫംഗ്ഷൻസും സീസണും ഒക്കെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റിയ സാരീസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഇനിയിപ്പോൾ ക്രിസ്മസിന് കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീവ് അവേക്കും കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഗീവ് അവേയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അങ്ങനെ കമൻറ്റും പർച്ചേസും ഒക്കെ ചെയ്യുന്നതിൽ നിന്നായിരിക്കും നമ്മൾ ഗീവ് അവേ വിന്നറെ എടുക്കുന്നത്. വീക്കിലി വിന്നറും ഉണ്ട്, ഇനിയും നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും ബമ്പർ വിന്നർ 2 പേർക്കുണ്ട് കേട്ടോ. ഓൺലൈൻ കസ്റ്റമേഴ്സിൽ നിന്നും ഉണ്ടായിരിക്കും, ഓഫ്ലൈൻ കസ്റ്റമേഴ്സിൽ നിന്നും ഉണ്ടായിരിക്കും. നമ്മുടെ വീക്കിലി വിന്നർക്ക് 1000 റുപ്പീസിൻ്റെ പർച്ചേസും ബമ്പർ വിന്നർക്ക് 15,000 റുപ്പീസിൻ്റെ പർച്ചേസും നടത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഗീവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്, ഒരു സെമി സിൽക്കാണ്, എന്നാൽ ഒരു സോഫ്റ്റ് സിൽക്കിനോട് അടുത്ത് നിൽക്കുന്ന പോലെ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നതാണ്. നല്ല കളർ കോമ്പിനേഷൻ, ഇതിൻ്റെ ആ ഒരു ബോഡി പോർഷനിലേക്ക് ഗോൾഡൻ ടച്ച് വരുന്നൊരു യെല്ലോ, അതിലേക്ക് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ ത്രെഡിൻ്റെ ബുട്ടാസാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡേഴ്സിലേക്ക് ടെമ്പിൾ ഡിസൈൻ ബോർഡേഴ്സ് കോൺട്രാസ്റ്റ് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡ്, നമ്മുടെ പല്ലു പോർഷൻ വരുമ്പോഴത്തേനും ഗ്രീനും യെല്ലോയും കൂടെ കോമ്പിനേഷനാണ് വരുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് കളറിൽ ഇതുപോലെ ബുട്ടാസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1195 ആണ്. നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് വെയർ പർപ്പസിനൊക്കെ അടിപൊളിയായിട്ടുള്ള സാരിയാണ്. അതുപോലെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും ഒന്നിനൊന്നിന് ബ്യൂട്ടിഫുൾ ആട്ടോ. നേവി ബ്ലൂവും ബർഗൻഡിയും കൂടി ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഒരു ഫ്ലോറൽ ബുട്ടാസ് ആണ് ഇതിൻ്റെ ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ബോർഡർ കളറിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരുന്നതാണ്. ബോർഡറും ബോഡി പോർഷനും കൂടെ കളർ കോമ്പിനേഷനിലേക്ക് നമ്മുടെ പല്ലു വന്നിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം ബുട്ടാസ് ത്രെഡിൻ്റെ വരുന്നുണ്ട്. 1195 റേറ്റിലേക്കാണ് വരുന്നത്. വീണ്ടും ഒരു ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ആൻഡ് ആ ഒരു ഡാർക്ക് മെറൂൺ ടോൺ കോമ്പിനേഷൻ, ചെറിയൊരു ബർഗൻഡി ടച്ച് തന്നെ വരുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. സെയിം പാറ്റേൺ തന്നെയാണ് വരിക. പല്ലുവിൻ്റെ സെയിം കളറിൽ ബോഡി പോർഷൻ ബുട്ടാസ് വരുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത ഈ ഒരു പ്രൈസ് റേഞ്ച് ആണെന്നൊന്നും പറയില്ല കേട്ടോ. 1195 റേറ്റിൽ വന്നിരിക്കുന്നതാണ്. നമുക്കറിയാം ക്രിസ്മസ് ന്യൂ ഇയർ ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. നേരത്തെ നമ്മൾ ബ്ലൂവും ബർഗൻഡിയും കൂടെ കോമ്പിനേഷൻ കണ്ടിരുന്നു. അതിൻ്റെ റിവേഴ്സ് ഓർഡറിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ബുട്ടാസ് ആണെങ്കിലും ടെമ്പിൾ ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ത്രെഡിൻ്റെ ബുട്ടാസാണ് വരിക. കോൺട്രാസ്റ്റ് ബോർഡേഴ്സും പല്ലു പോർഷനും വരും. കോൺട്രാസ്റ്റ് തന്നെയാണ് ബ്ലൗസ് പീസ്. 1195 റേറ്റ് വരുന്നത്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേപ്പ് ഷെയ്ഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ. ഇതിലെ കളർ കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ നല്ല വൈബ്രൻ്റ് ആയിട്ട് ഐ കാച്ചിങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ചെറിയൊരു ഫംഗ്ഷൻ വേണമെങ്കിൽ പോലും വേറെ ചെയ്യാട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ച് ഒന്നും ആരും പറയൂല. നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫാബ്രിക്കിലുമാണ് വരിക. 1195 പ്രൈസിലേക്ക് വരും. അപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഗ്രീൻ ബോഡി പോർഷനിൽ വന്നിട്ട് ആ ഒരു ഗ്രേപ്പ് കളറ് നമ്മുടെ ബോർഡേഴ്സിനും ആ ഒരു ബുട്ടാസിനും അതുപോലെ ബ്ലൗസ് പീസിനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. 1195 പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ഇത്രയും കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത്. അടുത്ത നമ്മുടെ ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ്. എനിക്കൊന്നൊരു 1 വീക്ക് കഴിഞ്ഞതേ ഉണ്ടാവുള്ളൂ. സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജാംദാനി വീവിങ് വരുന്ന സാരീസ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത് വിത്തിൻ അവേഴ്സ് സോൾഡ് ഔട്ട് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ ബോഡി പോർഷനിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ ബുട്ടാസാണ് വരുന്നത്. ബോർഡേഴ്സിലേക്ക് ജാംദാനി വീവിങ്ങിൽ തന്നെ അതിലേക്ക് പിങ്ക് വന്നിട്ട് അതിൽ മസ്റ്റാർഡ് റെഡിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിൽ ഫ്ലോറൽ ജാംദാനി വീവിങ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. സ്ലീവ് എൻഡിലേക്ക് ബോർഡർ പോർഷൻ വരുന്നുണ്ട്. അത് ഈ ഒരു സെമി ചന്ദേരിയാണ് ഫാബ്രിക്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. അത് എന്താ പറയുക, ഡ്രൈപ്പ് ചെയ്യാനാണെങ്കിലും ഈസിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1395. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന എല്ലാ കളേഴ്സും തന്നെ നമ്മൾ ഇപ്രാവശ്യം റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ടോൺ ആണ്. ബോഡി പോർഷൻ ഇതുപോലെ സ്കാറ്റേഡ് ബുട്ടാസ് വരും. ജാംദാനി വീവിങ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. 1395 റേറ്റ് വരും. മറ്റേ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല, നമ്മൾ കണ്ട പാറ്റേൺ തന്നെ കേട്ടോ. അല്ല ആ ഒരു ഗ്രീൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഫേസിൽ ഗ്രീൻ ഷെയ്ഡ്, ഇതിലൊക്കെ ആ ഒരു ഗ്രേ റെഡ് യെല്ലോ കോമ്പിനേഷനിലേക്കാണ് ജാംദാനി വീവിങ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പൊതുവേ നമ്മളെല്ലാവരും അമ്മമാർക്കൊക്കെ സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കസവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, ഏത് ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ്. 1395 പ്രൈസ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിലുമാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്
ഒരു പീച്ച് ടോൺ ആണ്, ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളറിലേക്ക് വരും. ഇതുപോലെ ജാംദാനി വീവിങ് ആണ്, പല്ലുമൊക്കെ നല്ല റിച്ച് ആയിട്ട്. ഇനി മള്ളയറായിട്ടോ പ്ലീറ്റ്സ് ചെയ്ത് എങ്ങനെ വേണേലും ഡ്രൈപ്പ് ചെയ്യാൻ പറ്റിയ സാരിയാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് 1395 പ്രൈസ് റേഞ്ചിലേക്ക് വരും. അടുത്തത് വന്നിരിക്കുന്നത് സെമി ജൂട്ട് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതിലേക്ക് ഷിബോരി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരേ ഒരു കളർ കോമ്പിനേഷൻ മാത്രമായിട്ട്, അതായത് മസ്റ്റാർഡ് ഗ്രീനും കൂടെ കോമ്പിനേഷൻ. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു ഷിബോരി പ്രിന്റ്. ബോർഡേഴ്സിലേക്ക് ബനാറസിയുടെ വീവിങ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ സെമി ജൂട്ട് സിൽക്ക് സാരീസിൽ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ മാത്രം കൊണ്ടുവന്ന് വെച്ചാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഈ ഒരു സാരിയിലാട്ടോ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ലുക്ക് എന്നറിയാമോ? അത് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ സാധാരണയായിട്ട് നമുക്ക് ജൂട്ട് സിൽക്ക് സാരീസിൽ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇതിൽ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത്. സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന ബ്ലൗസ് നമ്മൾ പെയർ ചെയ്യുമ്പോഴത്തേനും ഒന്നുകൂടി ഒരു ലീൻ ലുക്കും അതുപോലെ തന്നെ കാണാനും പ്രത്യേക ഒരു അട്രാക്ഷൻ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 1495 ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്കോട്ട ഫാബ്രിക്കിലേക്കാണ്. ഈ ഒരു കളറൊക്കെ നമുക്ക് എന്ത് ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. നമുക്കിപ്പോൾ അറിയാം കുറേ പേർക്ക് അധികം കസവോ കാര്യങ്ങളോ ഒന്നും ഫംഗ്ഷനോ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. പിന്നെ ഈ ഒരു സാരി എന്നൊക്കെ പറയുമ്പോൾ ഫംഗ്ഷൻ വെയർ മാത്രമല്ല കേട്ടോ, നമുക്ക് അതിന് ശേഷമാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ സാരീസാണ്. സാധാരണയായിട്ട് ഫംഗ്ഷൻ വെയർ ഒത്തിരി കസവ് തിളക്കമുള്ള സാരീസ് ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് നമുക്കൊരു യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ സാരീസൊക്കെ സെലക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് വീണ്ടും റീയൂസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ്. നല്ല നെക്കോട്ടയിൽ ആ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ ആണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. പല്ലുവിലും സെയിം വർക്ക് വരും. ടാൻസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1795 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത സാരി നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടാവും. ഒരു ബേജ് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. സെമി ടെസറാണ് ഫാബ്രിക് വരുന്നത്. ഈ ഒരു സീസൺ വരുമ്പോഴത്തേനും ഹൈ എൻക്വയറി വരുന്നൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ബോഡി പോർഷനിൽ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് പീച്ചും പിങ്കും കോമ്പിനേഷനിൽ എംബ്രോയ്ഡറി വർക്ക് വരും. ബോർഡേഴ്സ് വരുമ്പോഴത്തേനും സ്കാലപ്പ് വർക്കും അതിനോടൊപ്പം തന്നെ എംബ്രോയ്ഡറി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പല്ലുവിലും ആ ഒരു സെയിം എംബ്രോയ്ഡറി വർക്ക് അതുപോലെ തന്നെ കട്ട് വർക്കുമാണ് വന്നിരിക്കുന്നത്. കട്ട് വർക്ക് വരുന്ന സാരീസും പിന്നെ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചർച്ച് വെയർ ഫംഗ്ഷൻസിനെ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ഇനിയിപ്പോൾ ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, അതുകൂടെ പള്ളിപ്പെരുന്നാൾ ഇങ്ങനെയുള്ള, പിന്നെ അതുപോലെ നമുക്കറിയാം കല്യാണം വരുമ്പോഴത്തേന് തലേദിവസം മെയിനായിട്ട് ഒരു ഡ്രസ് കോഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കളറാണ് ഈ ബേജ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം നമ്മൾ ഇപ്രാവശ്യം ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡിലേക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2395 ആണ്. അടുത്തത് ഗോർജിയസ് ആയിട്ടുള്ളൊരു സാരി ആട്ടോ കാണിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെയിം പാറ്റേൺ ആണ് വരുന്നത്. പ്യുവർ ലിനൻ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ലിനൻ ഫാബ്രിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര സോഫ്റ്റ് ആണ്, വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരീസ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനിൽ വന്നിരിക്കുന്നതാണ് ഇന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഒന്ന് 4-5 ഷെയ്ഡ്സും വരുന്നുണ്ട് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സുകൾ. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ആണ്, ഒരു പീക്കോ ഗ്രീനോടൊക്കെ അടുത്ത് നിൽക്കുന്ന സാരി. ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ പോർഷൻ വരുമ്പോഴത്തേന് ഒരു ബേജ് അല്ലെങ്കിൽ ലൈറ്റ് ചിക്കു ഷെയ്ഡിൻ്റെ കോമ്പിനേഷനിൽ സിമ്പിളായിട്ടൊരു വീവിങ് പാറ്റേൺ ആണ്, ലൈൻസ് പോലത്തെ ഒരു വീവിങ് പാറ്റേൺ വരും. അതിനെക്കുറിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലു വരുമ്പോഴത്തേനും കുറച്ചുകൂടെ തിക്കായിട്ട് തന്നെ ആ ഒരു ലൈൻ പാറ്റേൺ ആട്ടോ വന്നിരിക്കുന്നത്. ഉടുത്തു കഴിഞ്ഞാലോ നന്നായിട്ട് ഇതുപോലെ ഒതുങ്ങിയിരിക്കും. പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ സമ്മറൊക്കെ ആയി കഴിയുമ്പോഴത്തേനും, സമ്മർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ തണുപ്പങ്ങ് മാറിക്കഴിഞ്ഞാൽ വെയിൽ വിൻ്റർ ആണെങ്കിൽ പോലും നമുക്കറിയാം ഒരു ഡേ ടൈം വരുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻസൊക്കെ ഡേ ഫംഗ്ഷനൊക്കെ ആകുമ്പോഴത്തേനും ഈ ഒരു ഫാബ്രിക് ഒക്കെ വെയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിളും ആയിരിക്കും കേട്ടോ. അതുപോലെ ഇതിൻ്റെ എൻഡ് പോർഷനിൽ ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. മറ്റൊരു ഹൈലൈറ്റ്, ഇപ്പോൾ ഞാനൊരു കോൺട്രാസ്റ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിനൻ്റെ ഒരു ബ്ലൗസാണ് വെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ബ്ലൗസൊന്നും അല്ല കേട്ടോ, ഇതിൻ്റെ ബ്ലൗസിനൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന ബ്ലൗസ് വെയർ ചെയ്യുമ്പോഴത്തേനും ഒന്നുകൂടെ ഒരു ലീൻ ലുക്കാണ്. അതുപോലെ തന്നെ ആ ഒരു സാരീസിൻ്റെ ഒരു എലഗൻസി കൂട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2595 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. സെയിം പാറ്റേൺ ആട്ടോ. ബോഡി പോർഷൻ പ്ലെയിൻ വന്നിട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ പോർഷൻ. സിമ്പിൾ ആയിരിക്കും നമ്മൾ സാരി കാണുമ്പോൾ, പക്ഷേ അത് ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പം ഒരു റിച്ച് ലുക്ക് ആൻഡ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, ഐ കാച്ചിങ് ഒക്കെ തരാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന ബ്ലൗസ് പീസ്. റേറ്റ് 2595. ഇതിലാണെങ്കിലും കളർ ഓപ്ഷൻസ് നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതുപോലെ വൈൻ ടോൺ ആണ്. അതുപോലെ തന്നെ
ടസേഴ്സൊക്കെ പ്യുവർ ടസേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് മാത്രമുണ്ട്. അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ടസർ പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ലിനൻ എന്ന് പറയുന്നതും. 1 ലെയർ ആയിട്ടോ പ്ലീറ്റ്സ് ചെയ്തോ എങ്ങനെ വേണേലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്, റേപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ബ്ലൗസ് സ്ട്രൈപ്സ് ആയിരിക്കും. 2595 റേറ്റ് വരുന്നത്. ഈ ഒരു കളറൊക്കെ നോക്കിയാൽ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഔട്ട്ലുക്ക് വരുന്നത് പോലെ കളേഴ്സിലെ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും ഈ ഒരു കളക്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. 2595 ആണ് പ്രൈസ് വരുന്നത്. ലാസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കേട്ടോ ഒരു ബർഗൻഡി ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതിലിപ്പോൾ ഞാൻ വെയർ ചെയ്ത ബ്ലാക്ക് ഒന്നും അല്ല കേട്ടോ ബ്ലൗസ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഈ ബ്ലൗസ് കൂടെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി കിട്ടുക. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഗീവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്